ഇന്ന് ഒരു ചെറിയ കഥ പറയാം. ഒരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് യാതൊരു തരത്തിലുള്ള നാമജപത്തിനോ സത്സംഗത്തിന് പോവാനോ ഭഗവത് കഥകൾ കേൾക്കാനോ അങ്ങനെയുള്ള യാതൊന്നിനും തന്നെ നിർവാഹം ഉണ്ടായിരുന്നില്ല. കാരണം പ്രാരാബ്ധമുണ്ട്, കുട്ടികൾ, അവരെ നോക്കണം, അവരുടെ ദൈനംദിന ചെലവുകളൊക്കെ നിവർത്തിക്കാൻ വേണ്ടി ഇവർ ജോലിക്ക് പോകണം. അപ്പോൾ ഇവർക്ക് ഇതിനൊന്നും സമയമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ തൊട്ടടുത്ത് ഒരു മഹർഷി വര്യൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്കിതിനൊന്നും സമയമില്ല. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം കുട്ടികളെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയേ മതിയാവൂ. അപ്പോൾ ഞാൻ എന്താണ് ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരുമോ പറഞ്ഞപ്പോൾ ഈ മഹർഷി വര്യൻ പറഞ്ഞു, എന്ത് കാര്യം ചെയ്യുമ്പോഴും സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് ഉപദേശിച്ചു. അത് മനസ്സിൽ കൊണ്ടുകൊണ്ട് ഈ സ്ത്രീ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇവർ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. എന്തൊരു പ്രവൃത്തി എടുക്കുമ്പോഴും ഇവർ ആദ്യം പറയുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു അങ്ങനെ പറഞ്ഞ് എല്ലാ ജോലികളും ചെയ്യും. അങ്ങനെ ഇരിക്കെ നാരദനെക്കുറിച്ച് അറിയാലോ, ലോകസഞ്ചാരിയാണ്. ഒരിക്കൽ നാരദൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവർ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് കുപ്പയൊക്കെ അടിച്ചു വാരി ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ടിടുമ്പോൾ അടിക്കാട്ട് കൊണ്ടിടുമ്പോഴും ഇവർ പറയുന്നുണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നാരദന് വലിയൊരു ദേഷ്യം ഉണ്ടായി. കാരണം ഭഗവാനെക്കുറിച്ച് ഒരു കുപ്പ അടിച്ചു വാരി ഇടുമ്പോഴും പോലും ഇങ്ങനെയാണല്ലോ ഇവർ പറയണത്. അപ്പോൾ ഭഗവാനോട് ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് നാരദൻ വേഗം ഭഗവാന്റെ അടുത്തെത്തി ഭഗവാനോട് ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊരു സ്ത്രീ അടിച്ചു വാരി കൊണ്ടിടുമ്പോൾ പോലും സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഭഗവാനെ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഭക്തി കാണിക്കേണ്ടത് എന്നൊക്കെ ഭഗവാനോട് സംശയം ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയണ്ടായി, ഭക്തിയോടുകൂടി എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാനുണ്ടാവും. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരുടെ കൂടെ എന്ത് വിഷമഘട്ടത്തിലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഭക്തി എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നിഷ്കളങ്കമായ ഭക്തിയാണ് ആ സ്ത്രീക്ക് എന്നോടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഈ കഥയിൽ നിന്നും നാരദന് മനസ്സിലായൊരു കാര്യം, തന്നേക്കാൾ നാരദനാണല്ലോ ഏറ്റവും വലിയ ഭക്തൻ, തന്നേക്കാൾ വലിയ ഭക്തിയുള്ള എത്രയോ ആളുകളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഭക്തിയും ഭഗവാനോടുള്ള നമ്മുടെ ഭക്തി ഇതുപോലെ ആവണം, നിഷ്കളങ്കമായിരിക്കണം. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമുക്ക് കിട്ടാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. എല്ലാം ഭഗവാൻ തന്നതാണ്, ഭഗവാൻ നോക്കിക്കോളും. ഇനി എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നെ തന്നോളും. ഇങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.